ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 9. ചോറ് കഴിക്കാൻ അവർ രണ്ടും ഒന്നിച്ചു തന്നെയാണ് ഇരുന്നത്. ആദ്യം തോന്നിയ ടെൻഷനൊന്നും പിന്നെ അവൾക്ക് തോന്നിയില്ല. അതിന്റെ കാരണം ഹരിയുടെ തീർത്തും സ്വാഭാവികമായുള്ള പ്രതികരണമായിരുന്നു. അവൻ ഒരിക്കൽ പോലും അവളോട് നേരത്തെ സംസാരിച്ച രീതിയിലൊന്നും പറഞ്ഞില്ല. എങ്കിലും അവൾ കാണാതെ പ്രണയം തുളുമ്പുന്ന കണ്ണുകൾ അവളെ തേടിയെത്തിയിരുന്നു. തനിക്കിനി എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? 3 ദിവസം കഴിഞ്ഞ്. അപ്പോൾ എന്താ പ്ലാൻ? വീട്ടിലിരിക്കാനാണോ അതോ എവിടെയെങ്കിലും പോകുന്നോ? അതെ, വീട്ടിൽ തന്നെ ആയിരിക്കും. കുറെ ആയില്ലേ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്. അത് നല്ലതാണ്. നാരായണൻ തന്റെ നാട്ടുകാരനാണല്ലേ? അതെ, എന്താ ചോദിച്ചത്? മിഷേൽ ഒന്ന് ഭയന്നു. ഹേയ്, ഒന്നുമില്ല. ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്റെ വീട്ടുകാരുമായി നല്ല അടുപ്പാണെന്ന്. താൻ എന്താടോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നാട്ടിലെ കാര്യങ്ങളൊക്കെ പറ, കേൾക്കട്ടെ. നാട്ടില് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും സുഖമായി പോകുന്നു. താൻ അറിഞ്ഞോ, ഇവിടെ എല്ലാരും കൂടെ കാർ പൂളിങ്ങിന്റെ പ്ലാനിങ് തുടങ്ങി. അതെയോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അത് നല്ലതാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്കെന്ത് പ്രശ്നം? നേരത്തെ ഡ്യൂട്ടി കഴിയില്ലേ? അതെ, പക്ഷേ എല്ലാവരും പറഞ്ഞത് അരമണിക്കൂറല്ലേ മാനേജ് ചെയ്യാന്ന്. ഓ, അതും ശരിയാണ്. താൻ കൂടുന്നുണ്ടോ? ലിസിയോടൊന്ന് സംസാരിക്കട്ടെ, അവളുടെ അഭിപ്രായം അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ആരാണ് ഇതിന്റെ സൂത്രധാരൻ? അത് ഞാൻ തന്നെ. മിഷേൽ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. താൻ എന്നെ നോക്കണ്ടടോ. താൻ സംശയിച്ചത് തന്നെയാണ് കാരണം. അവന്റെ തുറന്നു പറച്ചിൽ കേട്ട് മിഷേൽ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് തോന്നി. ആഹാരം കഴിച്ചെഴുന്നേറ്റ് ഹരി വീണ്ടും സോഫയിൽ വന്നിരുന്നു. ജെറിൻ നല്ല പയ്യനാണല്ലേ? അതെ, അവനായതുകൊണ്ടാണ് അവളെ പൊന്നുപോലെ നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുത്തുവർത്താനം കേൾക്കേണ്ട സമയം കഴിഞ്ഞു. എന്തിന്? അവൾക്ക് ഇതുവരെ കുട്ടികളില്ലല്ലോ. അത് അവന്റെയും കുറ്റമാകാമല്ലോ. ആകാം, പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടില്ല. നമ്മുടെയൊക്കെ കുറവാണത്. സമൂഹം അങ്ങനെ ആയിപ്പോയി. ശരി, താൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ടതല്ലേ ഇത്രയും ആഹാരം ഉണ്ടാക്കാൻ. ഇനി റെസ്റ്റ് എടുത്തോ. ഹേയ്, എന്ത് റെസ്റ്റ്? ഇപ്പോൾ ജൂഹി വരും, പിന്നെ റെസ്റ്റ് ഒന്നുമില്ല. ഫ്രീ ടൈം എന്ത് ചെയ്യും താൻ? അങ്ങനെ ഇന്നതെന്നില്ല, എന്തും. കുറേ ചെടികളുണ്ട് എനിക്ക്. പിന്നെ കഥകൾ വായിക്കും, അതിഷ്ടമാണ്. അതെയോ? നല്ലതാണ്. വായന നല്ല ശീലമാണ്. പിന്നെ മിഷേൽ, രാവിലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും ഓർക്കണ്ട കേട്ടോ, അത് മറന്നേരെ. ഞാൻ അപ്പോൾ തന്നെ അതെല്ലാം മറന്നു. അത് കേട്ട് അവന് വിഷമം തോന്നിയെങ്കിലും മുഖത്ത് കാണിച്ചില്ല. ശരി, ഇറങ്ങട്ടെ. വൈകിട്ട് ഇനി ഫുഡ് വേണ്ട കേട്ടോ, ഉണ്ടാക്കിക്കോളാം. കുറച്ചു നേരം കൂടി ഇരിക്ക്, ഞാൻ ചായ ഉണ്ടാക്കാം. ഹോ, താങ്ക്സ് ഡോ. എനിക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു ചായ വേണം. എനിക്കറിയാം, ദേ ഇപ്പൊ തരാം. മിഷേൽ പെട്ടെന്ന് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ചായ കുടിക്കുമ്പോൾ ഹരി അവളെ തന്നെ നോക്കിയിരുന്നു. ഇല്ല മിഷേൽ, ഞാൻ ചോദിക്കില്ല. പക്ഷേ നിന്റെ കണ്ണിൽ എനിക്ക് കാണാം എന്നോടുള്ള കരുതൽ. അത് സ്നേഹമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ചായ കുടിക്കുമ്പോൾ തന്നെ ജൂഹിയും വന്നു. പിന്നെ ഒരു ബഹളമായിരുന്നു. ജൂഹി വന്നു കഴിഞ്ഞ് മിഷേലും കുറച്ച് ഫ്രീ ആയതുപോലെ തോന്നി. ഹരി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കണ്ടു നാരായണേട്ടൻ അവിടെ നിന്ന് നോക്കുന്നത്. നാരദൻ അവിടെ നിപ്പുണ്ടല്ലോ ആന്റി. ഇന്നത്തേക്കായി. ഒന്നും മനസ്സിലാകാതെ ഹരി അവരെ രണ്ടും നോക്കി. എന്താ? മിഷേൽ പെട്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല. അതല്ല അങ്കിൾ, പുള്ളി ഒരു നാരദനാണ്. ഇനി അങ്കിളിനെ ഇവിടെ കണ്ടത് ഇപ്പൊ വിളിച്ച് ആന്റിയുടെ വീട്ടിലെത്തിക്കും. അതെയോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ? നോക്കട്ടെ. അയ്യോ സാബ്, ഒന്നും പറയരുത്. താൻ പേടിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇതിൽ ഞാനെന്ത് പറയാനാണ്? താനായി, തന്റെ നാട്ടുകാരനായി. അങ്ങനെ ദിവസങ്ങൾ നോർമലായി തന്നെ കഴിഞ്ഞുപോയി. ഹരി പണ്ടത്തെ പോലെ തന്നെ മിഷേലിനോട് പെരുമാറി. എങ്കിലും വല്ലപ്പോഴുമൊക്കെ അവന്റെ കൈവിട്ടു പോകാറുണ്ടായിരുന്നു. എങ്കിലും മിഷേൽ ഒരിക്കലും അതിന് പ്രതികരിച്ചില്ല. കാർ പൂളിംഗ് തുടങ്ങി. എല്ലാവരും ഒന്നിച്ചുള്ള യാത്ര ഒരു രസമായിരുന്നു. എങ്കിലും മിഷേൽ എല്ലായ്പ്പോഴും ശ്വാസം പിടിച്ചായിരുന്നു ഇരുന്നത്. അതിന്റെ കാരണം നമ്മുടെ ഹരി തന്നെ. ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും രാവിലെ ഒരിക്കലും അവൻ കാറ് ഡ്രൈവ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇരിക്കുന്നത് എപ്പോഴും മിഷേലിന്റെ അടുത്ത് തന്നെയാണ്. പുറകിലെ സീറ്റിൽ 4 പേരുണ്ടാകും. അപ്പോൾ നന്നായി അടുത്ത് തന്നെ ഇരിക്കണമായിരുന്നു. ഒരിക്കൽ പോലും അവൻ വേണ്ടാത്ത രീതിയിൽ ഒന്നും തന്നെ ചെയ്തില്ല. എങ്കിലും അവളുടെ അടുത്ത് അവളോട് ചേർന്നിരുന്നുള്ള യാത്ര ഒരു കാമുകനെ പോലെ അവൻ ആസ്വദിച്ചു. ഇതെല്ലാം കണ്ട് ലിസി മിഷേലിനെ കളിയാക്കും. എങ്കിലും അവളും ചിരിച്ചു തള്ളിക്കളയും. അന്ന് രാവിലെ സാബ് എന്തോ ആവശ്യം കാരണം നേരത്തെ പോയി.
വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഹരിയായിരുന്നു വണ്ടി ഓടിച്ചത്. മുന്നിൽ ടോമിച്ചനുണ്ടായിരുന്നു. പിറകിൽ കിട്ടു, ലിസി, പിന്നെ മിഷേൽ. അവള് ഡ്രൈവർ സീറ്റിന്റെ പുറകിലായിരുന്നു ഇരുന്നത്. കൂടെ കൂടെ അവളിലേക്കെത്തുന്ന ഹരിയുടെ നോട്ടം കണ്ടുവെങ്കിലും അവൾ കണ്ടതായി ഭാവിച്ചില്ല. വീടിന് താഴെയെത്തി ഇറങ്ങാനായി ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ അവളുടെ സൈഡിലെ ഡോറ് തുറക്കുന്നില്ല. ഇതെന്താ തുറക്കാത്തത്? അത് വല്ല ചൈൽഡ് ലോക്കും ആയിരിക്കും. ഹരിയേട്ടാ, ഒന്ന് നോക്കിയേ. അതും പറഞ്ഞ് ലിസി മറുവശത്തെ ഡോറിൽ കൂടി ഇറങ്ങി. ടോമിച്ചനോടും കിട്ടുവിനോടും സംസാരിച്ച് മുന്നോട്ട് നടന്നു. ഹരി പുറത്തുനിന്ന് വാതിൽ തുറന്നു. അവൾക്കിറങ്ങാൻ സൗകര്യം കൊടുത്തു. അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെയാണ് മിഷേൽ മുന്നോട്ട് നടക്കാൻ കാൽ വെച്ചത്. വലത്തെ കൈയിൽ ഒരു പിടി വീണപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. മുഖത്ത് നല്ല പരിഭവമുണ്ടായിരുന്നു. ചിരിച്ചു നിൽക്കുന്ന ഹരിയുടെ മുഖം കണ്ട് മിഷേൽ അവനെ ഒന്ന് നോക്കി. എന്താടി, നിനക്ക് എന്നെ നോക്കിയൊന്ന് ചിരിച്ചാൽ? അത് പറയുമ്പോൾ അവൻ അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചിരുന്നു. ഹരിയുടെ തൊട്ടുമുന്നിൽ വന്നു നിന്ന മിഷേൽ പരിഭ്രമത്തോടെ അവനെ നോക്കി. ഹരിയേട്ടാ, എന്താ ഇത്? അതും പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും കൈ വലിച്ച് മുന്നോട്ട് നടക്കാൻ തിരിഞ്ഞ മിഷേലും ഹരിയും കണ്ടു പാർക്കിങ്ങിന്റെ അപ്പുറത്ത് അവരെ നോക്കി നിൽക്കുന്ന നാരായണൻ. ഹരിയുടെ കയ്യിൽ നിന്നും മിഷേൽ അവളുടെ കൈ വലിച്ചെടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഹരി വീണ്ടും അവന്റെ കൈക്കുള്ളിൽ അവളുടെ കൈ പിടിച്ചു. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് അവളെ ഒന്ന് കണ്ണടച്ച് കാണിച്ച് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് ഹരി മുന്നോട്ട് നടന്നു. ഇതാര്? നാരായണനോ? മിഷേൽ ഇപ്പൊ തന്റെ കാര്യം പറഞ്ഞതേയുള്ളൂ അല്ലേ മിഷേൽ? മിഷേൽ ഞാൻ എന്ത് പറഞ്ഞു എന്ന് കണ്ണുതള്ളി അവനെ നോക്കി. മിഷേൽ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ്? ഹരി വീണ്ടും അവളെ നോക്കി. അപ്പോഴും അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും കൈ മാറ്റണമെന്നുണ്ട്. എങ്കിലും അവൻ വിടില്ല എന്നറിയാമായിരുന്നു. എന്റെ കാര്യോ? എന്ത്? എന്നെക്കുറിച്ച് എന്താ സാബ് മിഷേൽ പറഞ്ഞത്? ഓ, വേറെ ഒന്നുമല്ലടോ. ഞങ്ങൾ ഒന്നിച്ചു വരുന്നത് ആര് കണ്ടാലും കുഴപ്പമില്ല. നാരായണൻ കണ്ട ഇപ്പൊ വേണ്ടാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇല്ല, നാരായണനും നമ്മളെപ്പോലെ മെച്ചുറാണെന്ന്. അല്ലേ നാരായണ? അതെ സാബ്, മിഷേൽ വെറുതെ പറയുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളൊക്കെ എന്റെ തന്നെ ആൾക്കാരല്ലേ? അത് തന്നെ. അപ്പൊ കാണാം. അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാനാഞ്ഞ ഹരി ഒന്ന് നിന്നു. പിന്നെ നാരായണ, ഞങ്ങൾ വെറും ഫ്രണ്ട്സാണ് കേട്ടോ. കൂട്ടില്ലാത്ത രണ്ടുപേരുടെ ഒരു കൂട്ടുകെട്ട്. താൻ വെറുതെ കാട് കയറണ്ട, അല്ലേ മിഷേൽ? അപ്പോഴും അവള് കണ്ണു വീഴ്ച തന്നെ നിന്നു. വീട്ടിലേക്ക് കയറിപ്പോവാൻ നോക്കുവെണ്ണേ, കണ്ണു വീഴ്ച നിൽക്കുന്നു. അതും പറഞ്ഞ് അവളുടെ കൈ സ്വതന്ത്രമാക്കി ഹരി നടന്നു പോയപ്പോൾ മിഷേൽ ഇതുവരെ എന്താ നടന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി. നാരായണൻ അപ്പോഴും രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. രാത്രി കഥ എഴുതാനിരുന്നപ്പോഴാണ് കാവൽക്കാരന്റെ ഒരു മെസ്സേജ് വന്നത്. എന്താണ്, ഇലപ്പെണ്ണിനെ ഈടായി കാണാറില്ലല്ലോ? കുറച്ച് ബിസിയായിരുന്നു. വേറെ എന്താ വിശേഷം? കാവൽക്കാരൻ പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞോ? പറഞ്ഞു, പക്ഷേ നോ റിപ്ലൈ. അതെന്തു പറ്റി? ഇനി ഇഷ്ടമല്ലേ? അറിയില്ല, ഇപ്പൊ ഞാനത് ചോദിക്കുന്നില്ല. എന്തു പറ്റി? ചേമ്പിലേക്കൊരു വിഷമം പോലെ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. പറഞ്ഞ ചിലപ്പോ ആശ്വാസം ഉണ്ടാവും. തനിക്കും അങ്ങനെ തോന്നുമെങ്കിൽ പറഞ്ഞോ. ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളാണ്. അത് വേണ്ട കേട്ടോ, പിന്നെ ഒരിക്കൽ പറയാം. ഇപ്പോഴും ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്. ഓ, അത് മതി. തൻ്റെ ഇഷ്ടം. ഓക്കെ, ബൈ ബൈ. അവനുമായി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മിഷേലിന് ഒരു ആശ്വാസം തോന്നി. ഇനി ഒരിക്കൽ എല്ലാം പറയണം. ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഒന്നിച്ചുള്ള യാത്രകളും വൈകിട്ടത്തെ പാർക്കിലെ കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഹരി ഒരിക്കൽ പോലും അവൻ അന്ന് പറഞ്ഞ ഇഷ്ടത്തെക്കുറിച്ച് അവളോടൊന്നും പറഞ്ഞില്ല. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് അവളെ കാണുമ്പോഴുള്ള ചെറിയ കുറുമ്പോടെയുള്ള അവന്റെ സംസാരം അവളും ആസ്വദിച്ചിരുന്നു. എങ്കിലും അതിനൊരിക്കലും മറുപടി പറഞ്ഞില്ല. അതിന് കാരണം അവളുടെ അവസ്ഥയാണെന്ന് അവനും വിശ്വസിച്ചു. എന്തുകൊണ്ടോ നാരായണൻ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. മിഷേലിന് അത് ആശ്വാസമായിരുന്നു. എങ്കിലും ഹരിയെ നല്ല സംശയമുണ്ടായിരുന്നു. ജൂഹിയും കിട്ടുവും കിട്ടിയ ഒരവസരവും പാഴാക്കാതെ ഹരിയെയും മിഷേലിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം നീങ്ങുന്ന ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരാനായി ഇറങ്ങിയപ്പോൾ കാറിൽ ഹരിയും മിഷേലും മാത്രമായിരുന്നു. എന്തോ വിശേഷ ദിവസം ആയതിനാൽ പലരും അവധിയിലായിരുന്നു. വണ്ടിയിൽ കയറി കുറച്ചു കഴിഞ്ഞു. മിഷേൽ, ജി സാബ്, നമുക്ക് ടൗണിൽ പോയി ഒരു കോഫി കുടിച്ചിട്ട് പോവാം. തനിക്ക് വിരോധമുണ്ടോ? അത് സാബ്, അധികം സമയം വേണ്ടടോ, എനിക്ക് കുറച്ച് സംസാരിക്കണം. ശരി, പോകാം.
ഇത്ര പെട്ടെന്ന് അവൾ സമ്മതിച്ചപ്പോൾ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. പക്ഷേ മിഷേലിന് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എന്തിനായിരിക്കും? എന്താണ് പറയാനുള്ളത്? എന്തായാലും എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം. വെറുതെ എന്തിന് ആശ കൊടുക്കുന്നു? ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ വണ്ടി നിർത്തി. ബാഗൊന്നും എടുക്കണ്ടടോ, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, വണ്ടിയിലിരിക്കട്ടെ. ശരിയെന്ന് തലകുലുക്കി സമ്മതിച്ച് ഫോണും കയ്യിൽ പിടിച്ച് അവന്റെ പുറകെ നടക്കുമ്പോൾ അവൾക്ക് ഒരു ചെറിയ ഭയം പോലും തോന്നിയില്ല. അവൻ യൂണിഫോമിലായതുകൊണ്ടാകും അവിടെയും ഇവിടെയും ഇരിക്കുന്നവർ അവനെ നോക്കിയത്. കോർണറിലുള്ള ടേബിളിൽ അവൾക്കിരിക്കാനായി ചെയർ നീക്കി ആദ്യത്തെ മര്യാദ കാണിക്കുമ്പോഴും അവന്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. കോഫി പറഞ്ഞേ പോരെ, അതോ തനിക്ക് വേറെ വല്ലതും? വേണ്ട, കോഫി മതി. കഴിക്കണോ വല്ലതും? വേണ്ട, എനിക്കൊന്നും വേണ്ട. അവന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അവളോട് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. താൻ ലിസിയോട് പറഞ്ഞോ ഇവിടേക്ക് വന്ന കാര്യം? ഇപ്പൊ മെസ്സേജ് അയച്ചു. എവിടെ പോയാലും ലിസി അറിയിക്കുമല്ലേ? നല്ല ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലല്ലേ? അതെ, അവൾ എന്നെ കണ്ടില്ലെങ്കിൽ ടെൻഷനാകും. ഇവിടെ അവള് മാത്രമല്ലേ എനിക്കുള്ളൂ. ഹരിയുടെ അനക്കൊന്നും കേൾക്കാഞ്ഞ് മിഷേൽ അവന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി. അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് ഹരി. അവന്റെ കണ്ണുകൾ അവളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ കൊണ്ട് എന്ത് എന്ന് ചോദിച്ച മിഷേലിനെ നോക്കി അവനൊന്ന് ചിരിച്ചു. എത്ര മറച്ചിട്ടും ആ ചിരിയിലെ വേദന അവൾ കണ്ടു. അത്ര പോലും സ്വന്തമായി എന്നെ കാണാൻ നിനക്ക് തോന്നുന്നില്ലേ? എത്ര പോലും? ലിസിയുടെ അത്രയും. ലിസി മാത്രമല്ലല്ലോ നിനക്കിവിടെ ഉള്ളത്, ഞാനും ഇല്ലേ? അന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ ഒന്നും തുറന്ന് സംസാരിച്ചില്ലെങ്കിലും എന്റെ മനസ്സ് നിനക്ക് നന്നായി മനസ്സിലായി എന്ന് എനിക്കറിയാം. അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും എന്നെ ഒരു നല്ല ഫ്രണ്ടായി പോലും കാണാൻ പ്രയാസമാണോ മിഷു? അവന്റെ ശബ്ദത്തിലുണ്ടായിരുന്നു അവന്റെ വേദനയും അവളോടുള്ള സ്നേഹവും. അത് സാബ്. അപ്പോഴും അവൾ ശ്രദ്ധിച്ചത് പെട്ടെന്നുള്ള നീ എന്നുള്ള വിളിയാണ്. സാബ്. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരുന്നു. ഞാൻ തനിക്കൊരു ശല്യമായി തോന്നിയോ? ഏയ് ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിപ്പോ കൂടെ വരുവോ? ആരുടെ? അത് ചോദിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാവം മാറി കുസൃതി നിറഞ്ഞു അവന്റെ മുഖത്ത്. ഒന്ന് പോ ഹരിയേട്ടാ. അത് പറഞ്ഞു കഴിഞ്ഞാണ് അവളും അബദ്ധം മനസ്സിലാക്കിയത്. അവൾക്ക് തന്നെ ചിരി വന്നു. പിന്നെ അവർ രണ്ടും ഒന്നിച്ച് പൊട്ടിച്ചിരിച്ചു. താൻ നന്നായി കഷ്ടപ്പെടാറുണ്ടല്ലേ എന്നെ സാബെന്ന് തന്നെ വിളിക്കാനായിട്ട്, ഒരു വാശി പോലെ. ഓ പിന്നെ അങ്ങനൊന്നുമില്ല, മാറ്റി വിളിക്കാൻ ഒരു ചമ്മല്, അത്രേ ഉള്ളൂ. എന്റെ മുന്നിലോ? ആരും ഇല്ലാത്തപ്പോഴെങ്കിലും വിളിക്കടോ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമല്ലേ മിഷു എന്ന് വിളിക്കുന്നത്. അത് പിന്നെ ഹരിയേട്ടൻ പഠിച്ച കള്ളനല്ലേ. എന്ത് ഡീ നിന്നെ ഞാൻ? പെട്ടെന്ന് തന്നെയാണ് അവന്റെ മുഖം സീരിയസ് ആയത്. അതെ മാഡം, 6 മാസം കഴിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞിട്ട്. ഞാൻ ഇതേക്കുറിച്ച് പിന്നെ ഒന്നും ചോദിച്ചില്ലെങ്കിലും 6 മാസമൊക്കെ പോരേടോ. അത് ഹരിയേട്ടാ, ഞാൻ എന്ത് പറയാനാണ്? ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമൊന്നും അല്ല എനിക്ക്. വേണ്ട, പക്ഷെ ഒരു കൂട്ട് അത് വേണമെന്ന് തോന്നാറില്ലേ? അങ്ങനെ തോന്നാവുന്ന സാഹചര്യം അല്ല എനിക്ക്. എന്റെ മോള്, അവളുടെ കുടുംബം, അതൊക്കെയാണ് എനിക്ക് വലുത്. എനിക്ക് മനസ്സിലാകും മിഷു. അപ്പൊ തനിക്കോ ഒരു കൂട്ട് വേണ്ടേ? മോള് അവളുടെ ജീവിതത്തിൽ സുഖമാണ്. എനിക്കിതൊന്നും പറ്റില്ല ഹരിയേട്ടാ. പക്ഷേ എനിക്കും ഇനി വയ്യടോ. താനില്ലാതെ ഇനി എനിക്ക് പറ്റില്ല എന്ന് തോന്നി തുടങ്ങി. ഞാൻ കൂടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ മിഷു? അതിന് മറുപടി പറയാതെ അവൾ കുനിഞ്ഞിരുന്നു. നിസ്സഹായതയായിരുന്നു അവളിൽ. അവളുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു, സോറി, ഞാൻ എന്റെ പ്രശ്നങ്ങൾ മാത്രമേ ചിന്തിച്ചുള്ളൂ. എനിക്കറിയാം താൻ എന്റെയാണ്. പെട്ടെന്നാണ് മിഷേൽ അവന്റെ കൈക്കുള്ളിൽ നിന്നും അവളുടെ കൈ വലിച്ചെടുത്തത്. അങ്ങനെ പറയരുത്. എനിക്കതൊന്നും സാധിക്കില്ല. ഹരിയേട്ടൻ വെറുതെ സമയം കളയാതെ നല്ലൊരു വിവാഹം കഴിക്കൂ. ഒരു നല്ല ഫ്രണ്ടായി ഞാൻ കൂടെ ഉണ്ടാവും. അത് മതിയടോ. താൻ എനിക്ക് ഫ്രണ്ടായി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് മറ്റൊരു വിവാഹം? തനിക്ക് തോന്നുന്നുണ്ടോ ഒരു ഫിസിക്കൽ ഇന്റിമസി മാത്രമാണ് ഞാൻ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനൊന്നും എന്നെ കൊണ്ടാവില്ല, എനിക്കറിയാം. വേണ്ട, എന്റെ കൂടെ താൻ ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ സമയത്തിനും സാഹചര്യത്തിനും വിട്ടുകൊടുക്കാം. എന്റെ മിഷേൽ ജോർജ് ആയി മതി എനിക്ക്.
അതെ, ഞാൻ മിഷേൽ ജോർജാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ മരണവും. മതി, തന്നെ മിഷേൽ ജോർജായി തന്നെയാണ് എനിക്കിഷ്ടം. ജോർജിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവൾ, അവന് വേണ്ടി മാത്രം ജീവിച്ചവൾ. അവനില്ലാതെയായപ്പോൾ ആ സ്ഥാനമല്ല ഞാൻ ചോദിക്കുന്നത്, അതിനടുത്തായിട്ട് അതുപോലെ തന്നെ സ്നേഹിക്കാൻ ഒരു അവകാശം. വിവാഹമല്ല എൻ്റെ സ്വപ്നം, താൻ കൂടെ ഉള്ളതാണ്. ഈ മുഖത്ത് വരുന്ന പുഞ്ചിരി എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. എങ്കിലും ധൈര്യമായി അത് എന്നോട് തന്നെ പറയാനുള്ള ഒരു അവകാശം. ഉടനെ ഒന്നും പറയണ്ട, പക്ഷേ അവകാശത്തോടെ പറയുന്നു. ലിസിയുടെ അടുത്തുള്ളതിൽ കൂടുതൽ അവകാശം എന്നോട് വേണം. അതെൻ്റെ ഒരു ചെറിയ കുശുമ്പാണ്. ഒന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയിരുന്നു. വീണ്ടും പറഞ്ഞു തുടങ്ങി. മകളാണ് തൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. അവൾക്ക് പ്രയാസം ഉണ്ടാകുന്നതൊന്നും ചെയ്യാൻ ഞാൻ തന്നെ നിർബന്ധിക്കില്ല. ഞാനും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഒരമ്മയുടെ മാനസികാവസ്ഥ എനിക്കും മനസ്സിലാവും. പക്ഷേ മകള് മാത്രമല്ല, തനിക്കും ജീവിക്കണം, അതിലൂടെ എനിക്കും. അവന്റെ വാക്കുകൾ ഒരേ സമയം അവൾക്ക് ആശ്വാസമായതുപോലെ തന്നെ ഒരു വേദനയുമായി. അവൾക്ക് നന്നായി അറിയാം അങ്ങനെ ഒരു പുതിയ കാൽവെപ്പ് അവളെക്കൊണ്ട് സാധിക്കില്ല എന്ന്. നമുക്ക് പോകാം ഹരിയേട്ടാ. എന്താ, എന്റെ പ്രസംഗം കേട്ട് മടുത്തോ? അതല്ല, സമയം കുറെ ആയില്ലേ. ശരി, പോകാം. അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരം മിഷേൽ പറഞ്ഞു. ഹരിയേട്ടാ, എന്റെ ഫോണൊന്ന് പിടിച്ചോ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ശരി. അവളുടെ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവൻ ഫോണിലേക്ക് നോക്കിയത്. ജെറിൻ എന്ന പേര് കണ്ടപ്പോൾ എടുക്കണോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിച്ചു. എങ്കിലും വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അവളുടെ ഫോണിൽ വന്ന ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ കണ്ടത്. ചേമ്പില, നിങ്ങൾക്കായുള്ള കഥ പ്രേതങ്ങളുടെ തറവാട്. ഹരിയുടെ മനസ്സിൽ ഒരു വിറയലുണ്ടായി. വാട്ട്? മിഷേൽ? ചേമ്പില? പെട്ടെന്ന് തന്നെ അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്തു. മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് ശരി, അപ്പോ അങ്ങനെയാണ് കാര്യം. കള്ളി. എന്താ തനിയെ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്. എന്താ ചിരിച്ചൂടെ? ചിരിക്കണം, ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാ നമുക്ക് പോകാം. പോകാം. പറയാൻ മറന്നു, തന്റെ ഫോണിലൊരു കോള് വന്നിരുന്നു. നോക്കട്ടെ. അവള് ഫോൺ ലോക്ക് മാറ്റി നോക്കി. ജെറിനാണ്, വണ്ടിയിൽ കയറിയിരുന്ന് വിളിക്കാം. അത് മതി, ഇവിടെ നല്ല ഡിസ്റ്റർബൻസ് കാണും. അവന്റെ കൂടെ തിരിച്ചു നടക്കുമ്പോൾ അവളും നല്ല സന്തോഷത്തിലായിരുന്നു. ആരുമില്ലാത്ത ജീവിതത്തിൽ ആരോ ഒക്കെ ഉണ്ട് എന്ന ഒരു തോന്നൽ. ഹരിയുടെ കൂടെയുള്ള സമയം പണ്ടും അവൾ എൻജോയ് ചെയ്തിരുന്നു. എങ്കിലും ഇപ്പോഴാണ് അതിന് മറ്റു പല നിറങ്ങളും കാണാൻ അവൾക്ക് കഴിഞ്ഞത്. എങ്കിലും അവൾ അവളെ തന്നെ നിയന്ത്രിച്ചു. കാറിൽ കയറിയ മിഷേൽ ജെറിനെ തിരിച്ചു വിളിച്ചു. ഹലോ ജെറിൻ. ഹലോ മമ്മി, എന്താ വിശേഷം? സുഖം മോനെ, അവിടെ എന്താ വിശേഷം? ഇവിടെ എല്ലാവരും സുഖം. മമ്മി ഡ്രൈവ് ചെയ്യുവാണോ? അല്ലല്ല, നീ പറഞ്ഞോ. അത് ബിൻസി പപ്പയ്ക്ക് എന്തോ ബിസിനസ് ആവശ്യത്തിന് കാൺപൂർ വരണോന്ന്. എന്നെയും വിളിച്ചു. ഞാൻ പറയുകയായിരുന്നു മിലി കൂടി വന്നാൽ അവിടെ മമ്മിയെയും കണ്ട് വരാമെന്ന്. പക്ഷേ മമ്മിയോട് പറയാൻ അവൾക്കൊരു ചമ്മൽ. അവിടെ അടുത്തല്ലേ. ബിൻസി പപ്പ പറഞ്ഞത് എന്തായാലും മമ്മിയെ കണ്ടിട്ട് വരാമെന്നാണ്. അതിനെന്താ, ഞാൻ വിളിച്ചു പറയാം അവളോട്. നിങ്ങൾ പോരെ, കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്ന രീതിയിൽ വരണം. അത് ബിൻസി പപ്പയ്ക്ക് തിരിച്ചു പോണം. അതിനെന്താ, നിങ്ങൾക്ക് നിൽക്കാമല്ലോ. ആലോചിച്ചു നോക്ക്, എന്നാണ് വരുന്നത്? അടുത്ത ആഴ്ച. ഞാൻ മിലിയെ വിളിക്കാം. വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല മമ്മി. ഇന്ന് മമ്മി താമസിച്ചോ? കുറച്ച്. പിന്നെ മമ്മി, ബിൻസി പപ്പ ഈ വരവില് മമ്മിയെ പറഞ്ഞു മനസ്സിലാക്കാനാണ് വരുന്നത്. എന്റെ ഒരു തോന്നലാണ്. എന്ത്? നിങ്ങളുടെ വിവാഹകാര്യം? ഓ, അതൊന്നും നടക്കില്ല ജെറിൻ. നീ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം മനസ്സിലിട്ടാണ് വരുന്നതെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാ മതി. മമ്മി പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ശരി മോനെ. ഫോൺ കട്ട് ചെയ്ത് മിഷി സീറ്റിൽ ചാരി കിടന്നു. എന്തു പറ്റി? ജെറിൻ വരുന്നു, ചിലപ്പോ അവളും, പിന്നെ വിൻസിച്ചായനും. ആര്? എന്റെ ശത്രു അല്ലേ? ശത്രു ഒന്നുമല്ല. ആണെന്റെ മിഷേലേ, തന്നെ വേണോന്ന് പറഞ്ഞതല്ലേ. അത് പോട്ടെ, ഇനി തനിക്കും അങ്ങനെ വല്ല ചിന്തയുണ്ടോ? ഛീ, ഇല്ല അല്ലേ? അപ്പൊ പിന്നെ ഒന്ന് വിരട്ടി വിടണം. അധികം എന്റെ ഫ്രണ്ടിനോട് ഒട്ടാൻ വന്ന ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞേക്കാം. അത് കേട്ട് അവളും പൊട്ടിച്ചിരിച്ചു. എങ്കിലും മനസ്സിൽ ചെറിയ ഭയം തോന്നിയിരുന്നു. മറ്റൊന്നുമല്ല, മകളുടെയും മരുമകന്റെയും മുന്നിൽ ഒരു സീനുണ്ടാകുമോ എന്നോർത്ത്. എന്തിനാണിപ്പോ അവരുടെ വരവ്?
അത് പുള്ളിക്കാരന് എന്തോ ബിസിനസ് ആവശ്യം. എന്റെ സംശയം ഇനി ഇതും നാരായണേട്ടൻ തരുന്ന പണിയാണോ എന്നാണ്. ആണോ? എന്നാ നാരായണ അറിയും. വേണ്ട ഹരിയേട്ടാ, വെറുതെ വഴക്കിന് പോണ്ട. സോറി മിഷേലോച്ചേ, തന്റെ കാര്യത്തില് ഞാൻ ഒരു പൊടിയോളം പൊസസീവാണ്. അതെ, ഇത് വയസ്സങ്കാലത്തെ പ്രണയമല്ലേ, അതാകും. പ്രണയോ? പിന്നെ താൻ എന്താണെന്നാ വിചാരിച്ചത്? ഞാനിനി അത് പ്രൂവ് ചെയ്യണോ? അത് വേണ്ട, മനസ്സിലായി. വെറുതെ വിട്ടേരെ. വെറുതെ വിട്ടു. സന്തോഷത്തോടെയാണ് അന്നവർ വീട്ടിലേക്ക് പോയത്. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.